ക്യാരറ്റായിരുന്നു, ഉണ്ടാക്കൊന്നുമില്ല, മഞ്ഞ കളർ ഒട്ടുമില്ല. ഇത്രയും ക്യാരറ്റ് ഏറ്റവും നല്ലത് ഹലുവ ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനും ഒക്കെ. ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്, 2 കപ്പ് മൈദ എടുക്കും, 2 കപ്പ് ക്യാരറ്റ് ചീകിയതുണ്ട്, ഇടാനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നമ്മുടെ ഡേറ്റ്സ് 2 കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 190 ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ വനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ ആവശ്യത്തിന് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറും ഇത്തിരി എണ്ണയും കൂടി ചേർക്കും. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കലക്കിയിട്ട് നോക്കാം. ബാക്കി കുറച്ച് പാല് കുറച്ച്, വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ആദ്യം മുട്ടയും പഞ്ചസാരയായിട്ടൊന്ന് അടിക്കും. ഞാൻ മിക്സി തന്നെയാണ് എടുക്കുന്നത്. ഹാൻഡ് മിക്സർ ഉള്ളവർ അത് എടുക്കാം. ഇരിപ്പുണ്ട് എനിക്ക് തരാൻ. ഞാൻ 2 വർഷമായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. എൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം സാധനങ്ങൾ എവിടെയൊക്കെ പാക്ക് ചെയ്ത് ഇരിപ്പുണ്ട്, പക്ഷെ ഒരു പിടുത്തമില്ല. ഇപ്പം നോക്കിയെടുത്താലേ ഉള്ളൂ. അപ്പം ആദ്യം ഞാനിതിൽ നിന്ന് 2 മുട്ട എടുക്കുകയാണ്. 2 മുട്ടയുടെ കൂടെ 190 ഗ്രാം പഞ്ചസാര അളന്നെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും എടുക്കുന്നില്ല, കൊച്ചു കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ. ബട്ടർ മൂന്നിലൊന്ന് കപ്പ്, 1 കപ്പിൻ്റെ 1/3 അത് ഇതിനകത്ത് ചേർക്കുകയാണ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ സാധനം കിടന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരു 1.5 ടീസ്പൂണ് വനില എസൻസ് ചേർക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ല് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണേൽ കുറച്ച് ചേർത്താൽ മതി. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്തിട്ടാണ് അടിക്കുന്നത്. ബട്ടർ ഇത്തിരി ഉപ്പുള്ളതാണ്, ഉപ്പ് വേണ്ടാത്ത ചേർക്കണ്ട. ഞാനൊരു 1/4 സ്പൂണിൻ്റെ പകുതി ഉപ്പ് എടുത്തിട്ടുണ്ട്. മൂന്നിലൊന്ന് കപ്പ് ബട്ടറാണ് എടുത്തത്. അത്രയും തന്നെ എണ്ണ എടുക്കുന്നുണ്ട്. ബട്ടർ മാത്രം ചേർക്കേണ്ടവർക്ക് അത് മാത്രം ചേർക്കാം, അതല്ല ഓയില് മാത്രം ചേർക്കേണ്ടവർക്ക് അത് മാത്രമായിട്ട് ചേർക്കാം. ഇതിനകത്ത് ഇതിനെ അടിക്കാം. അടിച്ചുകൊടുക്കണം. ഒരു പ്രീഹീറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓവൻ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. ഓൾറെഡി മുട്ടയും പഞ്ചസാരയും എണ്ണയും
ബട്ടറും പാലും ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. പൊടിയെടുക്കാം. 240 മില്ലിയുടെ കപ്പാണ്. സ്പൂണിൽ വെച്ച് കൈ ഇത് ബരാബറാക്കി എടുക്കാം. വലിയ അടച്ചിലുള്ള എളുപ്പമാണ്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി നാളിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കണക്കൊക്കെ അത്ര കിട്ടുമൊന്നുമില്ല ഇപ്പോൾ. ഏതായാലും ഒരു ടീസ്പൂൺ ഫുള്ള് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറിൻ്റെ കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടുതലെടുത്തിട്ട് ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്താൽ മതി. കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. 2 വർഷമായി, സത്യത്തിൽ ഏകദേശം 2 വർഷമായി കേക്ക് ഉണ്ടാക്കിയിട്ട്. നേരത്തെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. വയ്യാതായതിനു ശേഷം ഒക്കെ നിർത്തി. ശകലം വേണം. ഇതിലിട്ട് ഇളക്കുവാണ്. ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ഏകദേശം 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരിടയ്ക്ക് ഒരുപാട് കേക്ക് ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് കേക്ക്. പക്ഷേ ബട്ടറും ഷുഗറും എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഫാറ്റ് ആണല്ലോ സത്യത്തിൽ. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ
കൊക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെയാണ്, ഡാർക്ക് കൊക്കയാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം കുറച്ച് ദിവസമായി ഇതൊക്കെ വാങ്ങി വെച്ചിട്ട്, പക്ഷെ പരിപാടി എന്നും മാറ്റി വെക്കുമായിരുന്നു. ചോക്ലേറ്റ് പൊടിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് ഹോട്ട് ചോക്ലേറ്റിൻ്റെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടാത്തൊരു കേട്ടോ. പൊടികളെല്ലാം ചെയ്തിട്ടുണ്ട്. കട്ടിയായിട്ട് കിടക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ അതുപോലെ അരിച്ചു. അപ്പോൾ എല്ലാ ഐറ്റങ്ങളുമായി ചെയ്ത് കുറേശ്ശെ പൊടി കുറേശ്ശെ ചേർത്ത് ആണ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഷോർട്ട് കട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഏത് സമയത്തും അതായത് ഹെൽത്ത് ഡൗൺ ആയിട്ട് വരും എനിക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രീതി ജോലികൾ പോവില്ല. അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് ആക്കാൻ വെക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് പൊടി ചേർത്ത് എടുത്താൽ നന്നായി. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റ്, 2 കപ്പ് ക്യാരറ്റ്, ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ ചൂടുപാൽ. ഞാൻ ഇനിയിപ്പോൾ ചൂടുവെള്ളമായിരിക്കും വേണമെങ്കിൽ ചേർക്കുന്നത്. പാല് കാച്ചിയതില്ല, കാച്ചിയ പാല് വേണം ഒഴിക്കാൻ. ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വേറെ. ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്സും ടൂട്ടി ഫ്രൂട്ടിയാണ്. ടൂട്ടി ഫ്രൂട്ടി ഞാൻ മേടിച്ചാണ് ഓൺലൈനിൽ. ഡേറ്റ്സ് വീട്ടിലുണ്ടായിരുന്നു. ഡേറ്റ്സ് ഇച്ചിരി ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് സീഡ് മാറ്റിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഓവൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല റെഡിയായി. എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ 22 സെൻറ്റിമീറ്റർ വേണ്ടിയിട്ടാണ്.
180 ഡിഗ്രിയിൽ 30 മിനിറ്റത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. റെഡി ആയിട്ട് പിന്നെ നോക്കാം. ആദ്യം 30 മിനിറ്റ് വെച്ചെങ്കിലും വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ നോക്കി, അപ്പോഴും അകത്തൊന്ന് വേവാൻ ഇത്തിരി കൂടെ ഉണ്ടായിരുന്നു. വലിയ കേക്കില്ല, അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നൊരു 12-15 മിനിറ്റ് കൂടെ, ആകെ 55 മിനിറ്റ് ഇതിന് ബേക്കിങ്ങിലെടുത്തു. 180 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഓക്കെ, ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി തളിച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. റാക്കിലോട്ട് വെക്കുകയാണ് എടുത്ത് നല്ല ചൂടുണ്ട്. അവിടെ ഇരുന്ന് തണുക്കട്ടെ. കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിതൊന്ന് ഇളക്കി നോക്കാം. കേക്ക് നല്ലപോലെ ഒക്കെ ശരിയാകുന്നുണ്ടല്ലേ. ഈസി ആയിട്ട് വരും. പേപ്പറിന് പുറത്ത് തന്നെ വെക്കാം. മുറിച്ച് നോക്കാം നമുക്ക്. ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമായിട്ടാണ് നടത്തുന്നത്. നല്ല സോഫ്റ്റ്, നല്ല കളറാണ്. ഡാർക്ക് ബ്രൗൺ ആണ് എനിക്ക് കൊക്കോ പൊടി കിട്ടിയത് പ്രാവശ്യം. ഞാൻ ലൈറ്റ് കളറാണ് ഇതും മേടിക്കാറ്. ഇത്തവണ ഡാർക്ക് ബ്രൗൺ ആണ് എനിക്ക് കിട്ടിയത്. നല്ല രസമുണ്ട് കാണാൻ കളർ. एकदम സോഫ്റ്റുമാണ്, നല്ല രസമുണ്ട്. ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു 55 മിനിറ്റ് എടുത്തു എനിക്കിതിന്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ഒരു 55 മിനിറ്റ് എനിക്കിത് ബേക്ക് ചെയ്യാനെടുത്തു. സാധാരണ ഞാൻ 30 മിനിറ്റിൻ്റെ കേക്കാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. 23 തൊട്ട് 30 ടൈമിൽ ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ്. കാരണം ഇത്തിരി ചെറുതായിരുന്നു ഉണ്ടാക്കി, പ്രാവശ്യം ഇത്തിരി വലുതുണ്ടാക്കി. എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ. നല്ല മനോഹരമായിട്ടുള്ളൊരു കേക്കാണ്. റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനകത്ത് ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ അറിയുന്നുണ്ടോ? ഒട്ടും അറിയത്തില്ല. ഇതിനകത്ത് ക്യാരറ്റ് മൈദയുടെ അതേ അളവിൽ ക്യാരറ്റ് ചേർത്തിട്ടുള്ള കേക്കാണ്. ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഡേറ്റ്സാണ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് മെയിനായിട്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഓൺലൈനിൽ നമുക്ക് കിട്ടും. അതല്ലേ വീട്ടിൽ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. നമ്മൾ കളർ വാങ്ങി പഞ്ചസാര ലൈനിൽ ഓമയ്ക്കായിട്ടാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. ഓമയ്ക്കൊക്കെ ചേർത്തരിഞ്ഞ് വ്യത്യസ്തമുള്ള കളർ ചേർത്ത്. അപ്പോൾ ഇത് ഉണ്ടാക്കി എല്ലാവരും നോക്കണം. മനോഹരമായിട്ടുള്ള കേക്കാണ്. കാണുമ്പോൾ തന്നെ വളരെ സോഫ്റ്റുമായിട്ടുണ്ട്. കഴിച്ച് നോക്കാം അല്ലേ? കഴിച്ച് നോക്കാം. സോഫ്റ്റ്
നോക്ക്, എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബേക്ക് ചെയ്യുന്ന ടൈമിന് എനിക്കൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായി. ഞാൻ 30 മിനിറ്റായിരുന്നു ആദ്യം എടുത്തത്. ഇതിന് മൊത്തം 55 മിനിറ്റ് കേക്ക് ഞാൻ എനിക്ക് എടുത്തു. ബാക്കി കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ മനോഹരമായിട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. ഇതിന് വേറെ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല കേക്ക്. ചോക്ലേറ്റ് ഉണ്ട്, ചോക്ലേറ്റ് പൗഡർ ചേർത്തിട്ടുണ്ട്, കൊക്കപ്പൊടിക്ക് കൂടാതെ. എല്ലാവരും അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കണം. എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം അറിയിക്കണം.